നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം. നാരദരുടെ പൂർവജന്മകഥാശേഷവും ഭഗവത് ആരാധനയും. ബ്രഹ്മോവാച വാചാം വന്യേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തദാതവ ഹവ്യഗവ്യാമൃതാനാം ജിഹ്വാ സർവരസസ്യജ. ബ്രഹ്മാവ് പറഞ്ഞു, നമ്മുടെ വാഗീന്ദ്രിയവും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായി. അവൻ്റെ സപ്തധാതുക്കളിൽ നിന്നും ഛന്ദസ്സുകളുണ്ടായി. ദേവന്മാരുടെയും പുതുക്കളുടെയും മനുഷ്യരുടെയും അന്നവും സകല രസങ്ങളും വിരാട് പുരുഷന്റെ നാവിൽ നിന്ന് ഉണ്ടായി. അതായത് ത്വക്ക്, മാംസം, അസ്ഥി, രക്തം, മേധസ്, മജ്ജ, ശുക്ലം എന്നിവയാണ് സപ്തധാതുക്കൾ. ഗായത്രി, ഉഷ്ണിക്ക്, തൃഷ്ടുപ്പ്, ജഗതി, പങ്ക്തി, ബൃഹതി എന്നിവയാണ് ഛന്ദസ്സുകൾ. ദേവന്മാരുടെ അന്നം ഹവ്യം, അതായത് ഹവിസ് എന്നും പറയും. പുതുക്കളുടെ അന്നം കവ്യം, അതായത് പിണ്ഡം. മനുഷ്യരുടെ അന്നം അമൃത്. മനുഷ്യരുടെ അന്നത്തിലുള്ള രസങ്ങൾ മധുരം, കടു, തിക്തം, കഷായം, അമ്ളം, ലവണം എന്നിവയാണ്. സർവാസൂനാം ജവായോശ്ചാതന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ജ ക്രാണോ മോദ പ്രമോദയോഹോ. സർവരുടെയും പ്രാണങ്ങൾക്കും വായുവിനും ഉൽപ്പത്തിസ്ഥാനം അവൻ്റെ നാസികകളാണ്. ആ മഹാപുരുഷന്റെ ക്രാണേന്ദ്രിയം അശ്വിനി ദേവന്മാർക്കും ഓഷധികൾക്കും സാമാന്യവും വിശേഷവുമായ ഗന്ധങ്ങൾക്കും ഉൽപ്പത്തിസ്ഥാനം. രൂപാണാം തേജസാം ചക്ഷുർ ദിവസൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ചതുർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ തൽഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ജവാജനം. ഭഗവാന്റെ ചക്ഷുരിന്ദ്രിയം രൂപങ്ങൾക്കും എല്ലാ തേജസ്സുകൾക്കും ഉൽപ്പത്തിസ്ഥാനം. നേത്രഗോളങ്ങൾ ദ്യോവിനും സൂര്യനും ഉൽപ്പത്തിസ്ഥാനം. ശ്രോതേന്ദ്രിയങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്ഥാനം. ശ്രോത്രപുടങ്ങൾ ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനം. അവൻ്റെ ശരീരം വസ്തുക്കളുടെ സാരാംശത്തിനും സൗന്ദര്യത്തിനും സ്ഥാനം. ത്വകസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ജൈവഹി രോമാണുൾബിജാതീനാം യൈർവായജ്ഞസ്തു സംവൃത. ത്വക്കിന്ദ്രിയം സ്പർശത്തിനും വായുവിനും സർവയാഗങ്ങൾക്കും സ്ഥാനം. വിരാട് പുരുഷന്റെ രോമങ്ങൾ വൃക്ഷങ്ങൾക്കും എവിടെയാണോ യാഗം നിർവഹിക്കപ്പെടുന്നത് അതിനും സ്ഥാനം. കേശശ്മശ്രൂനകാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം. ഇവന്റെ കേശങ്ങൾ മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലിനും പാദനഖങ്ങൾ ശിലകൾക്കും കൈനഖങ്ങൾ ലോഹങ്ങൾക്കും സ്ഥാനമാകുന്നു. ഈ പുരുഷന്റെ കൈകൾ ക്ഷേമകർമ്മങ്ങൾ ചെയ്യുന്ന ലോകപാലകന്മാരുടെ ഉൽപ്പത്തിസ്ഥാനം. വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച സർവകാമവരസ്യാഭി ഹരേശ്ചരണാസ്പദം. ഇവന്റെ പാദന്യാസം ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം എന്നീ 3 ലോകങ്ങളുടെയും ലോകത്തിന്റെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും സ്ഥാനമാകുന്നു. ശ്രീഹരിയുടെ പാദം സർവ അഭീഷ്ടങ്ങളെയും ഭരിക്കുന്നതിനുള്ള അടിത്തറയാണ്. അപാം വീരസ്യ സ്വർഗസ്യ പർജന്യസ്യ പ്രജാപതേഹേ പുംസസ്തിഷ്ണൗപസ്തസ്തു പ്രജാത്യാനന്ദ നിർവൃതേഹേ. കൂടാതെ ജലത്തിനും ശുക്ലത്തിനും സൃഷ്ടിക്കും മേഘത്തിനും പ്രജാപതിക്കും ഉൽപ്പത്തിസ്ഥാനം ഈ പുരുഷന്റെ ശിഷ്ണം, അതായത് ജനനേന്ദ്രിയ അധിഷ്ഠാനം. ഉപസ്ഥം എന്നിവ സന്താന സൃഷ്ടി നടത്തുന്ന മൈഥുനവേളയിലുണ്ടാകുന്ന സുഖത്തിന്റെ സ്ഥാനമാണ്. വായുർ യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ യംസായ നൃദേ മൃദോർ നിരയസ്യ ഗുദസ്മൃത. ഈ നാരദ, ഭഗവാന്റെ പായു യമനും മിത്രനും മലവിസർജനത്തിനും ഉൽപ്പത്തിസ്ഥാനമാകുന്നു. ഭഗവാന്റെ നാഭിക്ക് കീഴെയുള്ള ഗുദം ഹിംസ, മൃത്യു, നരകം ഇവയുടെ സ്ഥാനമാണ്. പരാഭൂതേരധർമ്മസ്യ തമസശ്ചാഭിപശ്ചിമ നാട്യോ നദനദീനാം തു ഗോത്രാണാം അസ്ഥി സംഹതി. ഭഗവാന്റെ പിൻഭാഗം അപമാനത്തിനും അജ്ഞാനത്തിനുമുള്ള സ്ഥാനമാകുന്നു. ഭഗവാന്റെ നാഡികളിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നു. അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച
ഉദരം വിദിതം പുംസോ ഹൃദയം മനസപ്പദം. എല്ലിൻ കൂട്ടം മലകൾക്കും അവ്യക്തമായ രസസമുദ്രങ്ങൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു. ഈ പുരുഷന്റെ വയറ് മുഖ്യമായ രസത്തിനും ഹൃദയം മനസ്സിനും സ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാപരായണം. വിരാട് പുരുഷന്റെ ചിത്തം ധർമ്മത്തിനും നിങ്ങൾക്കും എനിക്കും സനകാദി കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സമ്പത്തിനും മുഖ്യസ്ഥാനമാണ്. അഹം ഭവാൻ ഭവശ്ചൈവ തയുമേ മുനയോഗ്രജ സുരാസുര നരാനാഗ ഖഗാ മൃഗസരീസൃപാഃ ഗന്ധർവാപ്സരസോ യക്ഷാരക്ഷോ ഭൂതഗണോരഗ പശവ പിതരസിദ്ധ വിദ്യാദ്രാശ്ചാരണാദ്രുമാ അന്യേ ച വിവിധ ജീവ ജലസ്ഥലനഭൗഗസ ഗ്രഹക്ഷകേതവസ്താരസ്തടിതസ്തനയിത്നവ സർവം പുരുഷയേ വേദം ഭൂതം ഭവ്യം ഭവച്ഛയത് തേനേതമാവൃതം വിശ്വം വിധസ്തിമതി അതിതിഷ്ഠതി. ഞാൻ, അതായത് ബ്രഹ്മാവ്, നീ പറയുമ്പോൾ നാരദൻ, ശ്രീരുദ്രൻ, പൂർവന്മാരായ സനകാദിമുനികൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, മനുഷ്യർ, അസുരന്മാർ, നാഗങ്ങൾ, പക്ഷിമൃഗാദികൾ, പാമ്പുകൾ, ഭൂതഗണങ്ങൾ, പശുക്കൾ, ഉരകങ്ങൾ, പുതുക്കൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, വൃക്ഷങ്ങൾ, ജലത്തിലുള്ള മത്സ്യാദി ജീവികൾ, സ്ഥലജന്തുക്കൾ, ആകാശത്തിലെ പറവകൾ, മറ്റനേകം ജീവികൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതു പോലുള്ള പതിത ഗ്രഹങ്ങൾ, മറ്റനേകം താരകങ്ങൾ തുടങ്ങി ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തുമുള്ള സകലതും ആ പുരുഷൻ തന്നെ. തൻ്റെ 10 അങ്കുലം അളവുള്ള പ്രദേശത്താൽ അനേകം ബ്രഹ്മാണ്ടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ പരമപുരുഷൻ തന്നെ വ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും വേറിട്ടതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. 1 അങ്കുലം പറയുമ്പോൾ 1.25 ഇഞ്ച്. സ്വദിഷ്ണ്യം പ്രതവൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസോ ഏവം വിരാജം പ്രതവം സ്തപത്യന്തർബഹിപ്പുമാൻ. സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ചുറ്റുമുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് പുരുഷൻ തൻ്റെ വിരാട് ശരീരത്തെയും കൂടാതെ ബ്രഹ്മാണ്ടത്തിനുള്ളിലും പുറത്തുമുള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു. സോമർദ്ദസ്യാഭയസ്യേശോമർത്യമന്നം വ്യദത്യഗാത് മഹിമേഷതോ ബ്രഹ്മൻ പുരുഷസ്യാതുരത്യയാ. ഈ പുരുഷൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭുവാകുന്നു. കാരണം ഇവന് മരണധർമ്മമുള്ള കർമ്മഫലങ്ങളൊന്നും ബാധകമല്ല. നാരദ, അതുകൊണ്ട് വിരാട് പുരുഷന്റെ മഹാത്മ്യത്തിന് അതിരില്ല. അതിനെ ആരും ശരിയായി അറിയുന്നില്ല. പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിപദോ വിദുഹു അമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോധായി മൂർധസു. ഈ പുരുഷന്റെ പാദങ്ങളിൽ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നുവെന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് അറിയുന്നവർ അറിയുന്നു. അമൃതം, ക്ഷേമം, അഭയം എന്നിവയെ മൂർധാവിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നു. ഭൂർഭുവസ്വർ, അതായത് ജനലോകം, തപോലോകം, സത്യലോകം, ഇവയാണ് ഈ 3 ലോകങ്ങൾ. പാദാസ്ത്രയോ ബഹിശ്ചാസന്ന പ്രജാനാം യാശ്രമ അന്തസ്ത്രിലോക്യാപരോ ഗൃഹമേതോ ബൃഹൽഭൃത. പുത്രോത്പാദനത്തിന് വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി എന്നിവരുടെ 3 ആശ്രമങ്ങളും ഈ 3 ലോകങ്ങൾക്കും പുറത്തായി പരമപുരുഷന്റെ 3 പാദങ്ങളായിരിക്കുന്നു. ബ്രഹ്മചര്യമില്ലാത്ത ഗൃഹസ്ഥാശ്രമം ഈ 3 ലോകങ്ങൾക്കുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായിരിക്കുന്നു. ധൃതി വിചക്രമേ വിഷം സാശനാനശനേ ബുഭേ യഥവിദ്യാജ വിദ്യാജ പുരുഷസ്തൂഭയാശ്രയ. വിവിധ രീതിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ഭോഗത്തിനും മോക്ഷത്തിനും 2 മാർഗങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ദക്ഷിണായന മാർഗം, മറ്റേത് ഉത്തരായണ മാർഗം. അതിൽ ഒന്ന് വിദ്യയും, വിദ്യ പറയുമ്പോൾ ഉപാസന മാർഗം, മറ്റേത് അവിദ്യ, അവിദ്യ പറയുമ്പോൾ കർമ്മമാർഗം. ഈ 2 മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവനാണ് ഭഗവാൻ. യസ്മാദണ്ഡം വിരാജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്ദ്രവ്യമത്യഗാത് വിശ്വം ഗോപിസൂര്യൈവാതവൻ. ഏതൊരുവനിൽ നിന്ന് ഈ അണ്ടമുണ്ടായോ അതിൽ നിന്ന് തന്നെ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ എന്നീ സ്വരൂപങ്ങളോടുകൂടിയ വിരാട് പുരുഷനും ജനിച്ചു. ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് പുരുഷ രൂപത്തിലും ബ്രഹ്മാണ്ടത്തിലും അതിക്രമിച്ചും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു.
യഥാസ്യ നാഭ്യാനലിനാദഹമാസം മഹാത്മന നാവിധം യജ്ഞസംഭാരാൻ പുരുഷാവയവധൃതേ. എപ്പോൾ ഈ ഞാൻ മഹാത്മാവായി ഇവൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്ന് ജനിച്ചു പോകും, അപ്പോൾ മുതൽ പുരുഷാവയവങ്ങളെ കൂടാതെ യജ്ഞത്തിനുള്ള സംഭാരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്നു ബ്രഹ്മാവ്. കുറിപ്പ്: സർവവും പുരുഷനായിരിക്കുന്നത് കൊണ്ട് യജ്ഞങ്ങൾക്കും അദ്ദേഹം തന്നെ. അതിനാൽ യജ്ഞങ്ങൾ കൊണ്ട് ആ പുരുഷനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുരുഷനെ കൂടാതെ മറ്റൊരു ആരാധനയും നടത്തിയിട്ടില്ല എന്ന് സാരം. തേഷു യജ്ഞസ്യ പശവാ സവനസ്പതയകുശ ഇദം ജദേവ യജനം കാലശ്ചോരു ഗുണാന്വിത വസ്തൂന്യോഷധയ സ്നേഹ രസലോഹ മൃദോ ജലം ഋജോ യജുംഷി സാമാനി ചതുർഹോത്രം ച സത്തമ നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമകൽപ സങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മതയ ശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവയവൈരേതേ സംഭാര സംവൃതാമയ. ഹേ ബ്രഹ്മർഷേ, ആ പരമപുരുഷന്റെ അവയവങ്ങൾക്കുള്ളിൽ യാഗത്തിനുള്ള പശുക്കൾ, രൂപങ്ങൾ, ദർഭകൾ, യാഗഭൂമി, അനുഗുണമായ കാലം, പാത്രം, ഔഷധികൾ, നെയ്യ് മുതലായ വസ്തുക്കൾ, സ്വർണം, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ, മണ്ണ്, ജലം, ഋക്കുകൾ, യജുസ്സുകൾ, സാമങ്ങൾ, ബ്രഹ്മാവ്, അധ്വർയു, ആസീന്ദ്രൻ, അഗ്നീന്ദ്രൻ തുടങ്ങിയ 4 ഋദ്ദിക്കുകൾ, അവർ നടത്തുന്ന ദർശം, പൂർണ്ണമാസം തുടങ്ങിയ കർമ്മങ്ങൾ, പലതരം മന്ത്രങ്ങൾ, ദക്ഷിണകൾ, അവയോടനുബന്ധിച്ചുള്ള വ്രതങ്ങൾ, ദേവതകളുടെ ഉദ്ദേശം, ഇവയൊക്കെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ, സങ്കല്പം, അനുഷ്ഠാനങ്ങൾ, ഗതികൾ, ദേവതാധ്യാനത്തിനുള്ള മാർഗങ്ങൾ, ശ്രദ്ധ, പ്രായശ്ചിത്തം, യജ്ഞസമർപ്പണം എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ പുരുഷാവയവത്തിൽ നിന്ന് തന്നെ സംഭരിച്ചു. ഇത് സംവൃത സംഭാര പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനേവ യജമീശ്വരം. ഇപ്രകാരം വേണ്ടതെല്ലാം പരംപുരുഷന്റെ അവയവങ്ങളിൽ നിന്ന് തന്നെ സമ്പാദിച്ചുകൊണ്ട് മഹാപ്രഭുവും യജ്ഞസ്വരൂപനുമായ പുരുഷനെ, ഈ ഭഗവാനെ കൊണ്ട് തന്നെ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. പൂജകനും പൂജനായ ഭഗവാനും ഒന്ന് തന്നെ എന്ന് സാരം. തതസ്തേ ഭ്രാതരയിമേ പ്രജാനാം പദയോ നവ അജയൻ വ്യക്തം അവ്യക്തം പുരുഷം സുസമാഹിതാഹ. അതിനുശേഷം നിന്റെ സഹോദരന്മാരായി 9 പ്രജാപതികളും അതിശ്രദ്ധാലുക്കളായ മനസ്സോടുകൂടിയവരായി വ്യക്തനും അതേ സമയത്ത് അവ്യക്തനുമായി പുരുഷനെ പൂജിച്ചു. തതശ്ച മനവക്കാലേ ഈജിരേ ഋഷയോപരേ പിതരോ വിബുധ ദൈത്യ മനുഷ്യ ക്രതുഭിർവിഭും. പിന്നീട് സ്വയംഭൂവൻ തുടങ്ങിയ മനുക്കൾ, അപരന്മാരായ മുനികൾ, ഋതുക്കൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ മുതലായവരെല്ലാം അവരവർക്ക് എത്ര കാലം ജീവിതം ലഭിച്ചുവോ ആ കാലമെല്ലാം സർവവ്യാപിയായ ഈശ്വരനെ പൂജിച്ചു. നാരായണേ ഭഗവതി തദിതം വിശ്വമാഹിതം ഗ്രഹീതമായൊരു ഗുണ സർഗാദാവഗുണസ്വത. ഈ വിശ്വം ഭഗവാനായ നാരായണനിൽ അടങ്ങിയിരിക്കുന്നു. ആ ഭഗവാൻ സ്വതേ തന്നെ ഗുണരഹിതനായവൻ, സൃഷ്ടിയുടെ ആദിയിൽ ഗുണങ്ങളെ അംഗീകരിച്ചവൻ. സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരതി തദ്വശ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തി ദൃക്ക്. ആ ഈശ്വരന്റെ പ്രേരണ അനുസരിച്ച് ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. ശിവൻ ആ ഈശ്വരനെ വശംവദനായിട്ട് സംഹരിക്കുന്നു. ത്രിഗുണാത്മികയായ മായി അംഗീകരിച്ചിരിക്കുന്ന ഈ ഭഗവാൻ നാരായണൻ വിഷ്ണുരൂപമെടുത്ത് ഈ വിശ്വത്തെ സംരക്ഷിക്കുന്നു. ഇതിദേവിഹിതം ദാതായതേദം അനുപൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സദസദാത്മകം. ഈ വിശ്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട സത്തായും അസത്തായും ഇരിക്കുന്ന യാതൊന്നും ഭഗവാനിൽ അന്യമായിട്ടുള്ളതല്ല. ഏ ബാല, നീ എന്നോട് ചോദിച്ചതിന് അതിനനുസൃതമായ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ന ഭാരതീ മേങ്ക മൃഷോപലക്ഷ്യതേ ന വൈകുജിന്മേ മനസോ മൃഷാഗതി നമേർഷീഗാണി പതന്ത്യ സൽപദേ എന്നേ ഹൃദൗ ഖണ്ഡ്യവദാതൃതോ ഹരി. ഏ പൂജ്യ, എൻ്റെ വാക്ക് ഒരിക്കലും പാഴായിത്തീരുന്നില്ല. എൻ്റെ മനസ്സ് അസത്യത്തിൽ സഞ്ചരിക്കുന്നില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾ അബദ്ധസഞ്ചാരം ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഹൃദയം സദാസമയവും ശ്രീഹരിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. സോഹം സമാംനായമയസ്തവോ മയാ പ്രജാപതീനാം അഭിവന്ധിതപതി ആസ്ഥായോഗം നിപുണം സമാഹിതസ്ഥം സ ജഗച്ഛം യത് ആത്മസംഭവ. അങ്ങനെയുള്ള ഞാൻ വേദസ്വരൂപനായിരുന്നിട്ടും തപസ്സു തന്നെ ശരീരമായിരുന്നിട്ടും പ്രജാപതികളാൽ ഭക്തിപൂർവ്വം വന്ദിക്കപ്പെടുന്ന നാഥനായിരുന്നിട്ടും ഏകാഗ്ര മനസ്സോടെ
സമർത്ഥമായ യോഗത്തെ അനുഷ്ഠിച്ചിട്ടും ഞാൻ ഏതൊരുവനിൽ നിന്നും ഉത്ഭവിച്ചുവോ ആ പുരുഷനെ ശരിയായി അറിഞ്ഞിട്ടില്ല. നതോസ്മ്യഹം തച്ചരണം സമേയുഷാം ഭവച്ചിതം സുസ്ഥേയനം സുമംഗളം യൂഹാത്മമായ വിഭവസ്മവര്യക യഥാ നവസ്വാന്തമതാ പരേകുത. അപ്പോൾ ഞാൻ ഭക്തിപൂർവ്വം ആശ്രയിക്കുന്നവരുടെ സംസാരത്തെ ഛേദിക്കുന്നതും പരമാനന്ദപ്രദവും കല്യാണകരവുമായ ഭഗവാന്റെ ചരണാരവിന്ദത്തെ നമസ്കരിച്ചു. ആ ഭഗവാന്റെ മായാവൈഭവത്തെ ഭഗവാൻ തന്നെ അറിയുന്നില്ല. പരിധിയില്ലാത്ത ആകാശം അതിൻ്റെ അവധിയെ അറിയുന്നില്ലല്ലോ, പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയും? അതായത് ഇവിടെ ബ്രഹ്മാവ് ജനിച്ചപ്പോൾ താൻ ആരാണെന്നും കർമ്മം എന്താണെന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ചരണാരവിന്ദത്തെ തന്നെ ആശ്രയിച്ചു. നമസ്കരിച്ച മാത്രയിൽ തന്നെ ആ ഭഗവാനാണ് തൻ്റെ ജന്മസ്ഥാനം എന്നറിവുണ്ടായി. കാരണം ആ പാതാരബിന്ദങ്ങൾക്ക് ജ്ഞാനത്തെയും ജനനമരണരൂപമായ സംസാരത്തെയും നൽകുവാനുള്ള കഴിവുണ്ട്. എന്നാൽ ആ ഭഗവാന് പോലും തൻ്റെ മായാശക്തിയെക്കുറിച്ച് ശരിയായ അറിവില്ല. ആകാശത്തിന് അതിൻ്റെ പരിധിയെക്കുറിച്ച് അറിവില്ലല്ലോ. അതുപോലെ തന്നെ സ്വന്തം മായാവൈഭവത്തെ അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. നാഹം നയൂയം യതൃതാം ഗതിം വിദൂർണവാമദേവ കിമുദാ പരേസുര തന്മായയാ മോഹിത ബുദ്ധയസ്ഥിതം വിനിർമ്മിതം ജാത്മസമം വിജഷ്മഹേ. സൃഷ്ടികർത്താവായ ഞാനും എൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ച നിങ്ങളും സനകാദികളും എന്നു വേണ്ട സാക്ഷാൽ പരമേശ്വരനും ആ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. അതിന് കാരണം ഭഗവത് മായ നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ലെന്ന് മാത്രമല്ല, ബഹുവിധത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ തന്നെ ഓരോരുത്തരും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. യസ്യാവതാരകർമാണി ഗായന്തി ഹസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ. ഏതൊരു ഭഗവാന്റെ സൂക്ഷ്മസ്വരൂപത്തെ ഞങ്ങൾ ശരിയായി അറിയാതിരിക്കുന്നുവോ ആ ഭഗവാന്റെ അവതാര ലീലകളെപ്പറ്റി ഞങ്ങളെപ്പോലുള്ളവർ കീർത്തിക്കുന്നു. ഞങ്ങളുടെ ഭക്തിയിൽ പ്രീതനായി ഞങ്ങൾക്ക് മുക്തി നൽകുന്ന ഭഗവാന് നമസ്കാരം. തയേഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജധ്യജ ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ജപാദിജ. ആദിയിലെ ഉള്ളവനും ജന്മാതിരഹിതനുമായി പുരുഷൻ കൽപ്പന്തോറും സ്വതമേവ തന്നെ സ്വന്തം ആത്മാവ് കൊണ്ട് തന്നിൽ തന്നെ ബഹുരൂപമാക്കിയിട്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു, സംഹരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യസമ്യകവസ്ഥിതം സത്യം പൂർണ്ണമനാത്യന്തം നിർഗുണം നിത്യമദ്വയം ഋഷേ വിദന്തി മുനയാ പ്രശാന്താത്മേന്ദ്രിയാശയാഃ യഥാ തദൈവ സത്തർ കൈസ്ഥിരോദീയേത വിപ്ലുതം. വിശുദ്ധവും ഏകവും ജ്ഞാനസ്വരൂപവും സർവത്തിൻ്റെയും അന്തര്യാമിയുമായിരിക്കുന്നതും കാലത്രയത്തിൻ്റെ ബാധയില്ലാത്തതും സത്യമായതും നിത്യമായതും നിർഗുണവും അദ്വയമായതുമായ ബ്രഹ്മതത്വത്തെ പ്രസന്നമായ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോടുകൂടിയവരായ മുനികൾ അറിയുന്നു. എന്നാൽ ഭഗവത് ഭക്തർ അല്ലാത്ത ദുർജനങ്ങൾ എപ്പോൾ കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നുവോ അപ്പോൾ അത് മറിയുകയും ചെയ്യും. ഭക്തിയില്ലാത്തവരും വേദത്തെ അറിഞ്ഞവരെന്ന് നടിക്കുന്നവരും പണ്ഡിത്യഗർവമുള്ളവരുമായ ദുർജനങ്ങൾ അവരുടെ